ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇമ്രാനിക്സിൻ്റെ ഒരു റിമോട്ട് കിറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്രാനിക്സിൻ്റെ റിമോട്ട് കിറ്റ് ഈ ഒരു ബോക്സിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഇമ്രാനിക്സ് കിറ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. DTS HD, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി പ്രൊലോജിക് 2. പിന്നെ ഇതിൽ തന്നെ സ്റ്റീരിയോ 2.1 മോഡുണ്ട്, മ്യൂസിക് 5.1, മൂവി 5.1, പ്രൊലോജിക് 2 5.1. ഇത്രയും മോഡുകൾ ഇതിലുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ HDMI ARC ഒരെണ്ണമുണ്ട്, ഒപ്റ്റിക്കലുണ്ട്, കോയാക്സിലുണ്ട്, ഓക്സ് ഉണ്ട്, USB ഇൻപുട്ടുണ്ട്, ബ്ലൂടൂത്ത് ഇൻപുട്ടുണ്ട്, FM ഉണ്ട്, ഒരു മൈക്ക് ഇൻപുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ കാറ്റലോഗ് ഒന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതിൻ്റെ കണക്ഷൻ എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം. ഇതിൻ്റെ ബോക്സിൽ തന്നെ ഉണ്ട്. ഇത് മോഡൽ വരുന്നത് TX110A എന്നാണ് ഈ മോഡൽ നെയിം വരുന്നതിൻ്റെ. ഇതുപോലെ തന്നെ 11 വേറൊരു മോഡലുണ്ട്, B എന്ന് പറയുന്നത്, ചെറിയ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് റിമോട്ട്, നമ്മുടെ സാധാരണ നോർമൽ റിമോട്ട് കിറ്റ് വരുന്ന റിമോട്ടാണ് ഇതിലും വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം വരുന്നത്. LRIPL എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല റിമോട്ടാണ്. നല്ല പ്ലാസ്റ്റിക്കും തറ വീണാണെന്നും അധികം ഷേക്ക് വരാത്ത ഇതിലുള്ളൊരു റിമോട്ടാണ് വരുന്നത്. എൻ്റെ കൂടെ ഇതിൽ തന്നെ അവരെ ബ്രാൻഡ് അടിച്ചിട്ടുണ്ട്, ഇമ്രാനിക്സ് എന്ന് അവർ ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ. എല്ലാം ബബിൾ റാപ്പിട്ട് ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്തൊന്നും ഒരു ഡാമേജും വരാത്ത രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. റിമോട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റിമോട്ടാണ്. റിമോട്ടല്ല, ഡിസ്പ്ലേ. ഇതിൻ്റെ താഴെയാണ്, ഇതിന് മുമ്പ് ഇറങ്ങിയ കിറ്റിൽ ഇവിടെ താഴെ സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. നമുക്ക് പാനിൽ ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് അവർ റിമൂവ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ അത് സെപ്പറേറ്റ് പാക്കേജിലാക്കിയാണ് വരുന്നത്. നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് വെച്ചാൽ മതി. ഉണ്ടല്ലേ, സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ റിമോട്ടിൽ തന്നെ എല്ലാ കൺട്രോളും ഉണ്ട്. നമ്മൾ ഫ്രണ്ട് പാനൽ ചെയ്യുമ്പോൾ ഈ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഹോൾ ഇടാതെ ഈ ഡിസ്പ്ലേക്ക് മാത്രമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പേര് തന്നെ സ്റ്റീരിയോ, മ്യൂസിക്, മൂവി, പ്രൊലോജിക് 2, USB, BT, FM, ഓക്സ്, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ARC, HDMI, പിന്നെ PCM, AC3, BTS. ഇത് FM-ൻ്റെ K- MHz വരുന്നുണ്ട്. അങ്ങനെ ഇത് FM-ൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ മെയിൻ ബോർഡ് നമുക്ക് നോക്കാം. ഈ മെയിൻ ബോർഡിലാണ് ഇതിൻ്റെ പോർട്ടുകളൊക്കെ വരുന്നത്. അതിൻ്റെ ബാക്കിൽ വയ്ക്കേണ്ട ഷീൽഡ് താരിപ്പുണ്ട്. അതൊരു മെറ്റലിലാണ് വരുന്നത്. നമുക്ക് പാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ 2 ഉണ്ട്, ഓക്സ് 2 ഉണ്ട്. അതാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇതിൽ നമുക്ക് AC കൊടുക്കാം, DC കൊടുക്കാം. കാരണം ഇതിൽ തന്നെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് AC ആണെങ്കിൽ AC കൊടുക്കാം, DC ആണെങ്കിൽ DC കൊടുക്കാം. ഇപ്പോൾ ഇതിൽ AC 12 വോൾട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു USB പോർട്ട്, പിന്നെ ഒരു എൻകോഡർ, പിന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റിമോട്ട് കിറ്റ് ഫുള്ളായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിത് വെച്ചൊരു ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് വീഡിയോ എല്ലാം കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മളിതൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ കിറ്റിൻ്റെ ഏകദേശം വില വരുന്നത് 6000 രൂപയാണ്. കിറ്റിൻ്റെ വില വരുന്നത് ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. അപ്പോൾ നമുക്ക് കിറ്റിൻ്റെ സെയിലില്ല. നമുക്കിപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ അടുത്ത് റിമോട്ട് കിറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് റിമോട്ട് കിറ്റ് ഐറ്റംസ് ഒന്നും സെയിലില്ല. നമുക്ക് അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. സ്പെയർ ഐറ്റംസ് ഒന്നും സെയിലില്ല. അതെല്ലാവരും നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.